ടോണി അച്ചായൻ ലൂപ്പ് തീരുന്നൊരു ലക്ഷണമില്ല. ഞാൻ ആദ്യമേ പറയുന്നു, കല്യാണങ്ങൾ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മുന്നോട്ട്. ടോണി അച്ചായൻ്റെ ഇഷ്യൂവിൽ ചാരിറ്റി ഒരു ക്ലാരിറ്റി വരുത്തണമെന്നേ സായി കൃഷ്ണ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്തിനാണ് ഈ കുറേ വാണങ്ങൾ ആളുടെ ഫാൻസാണോ അതോ PR വർക്കേഴ്സാണോ കുറേ കിടന്ന് കുണച്ചിട്ട് അവനെ തെറി പറയുന്നത് സായി കൃഷ്ണനെ സീക്രട്ട് ഏജൻറ്റിനെ തെറി പറയുന്നത് അത് മനസ്സിലാവുന്നില്ല. കാരണം സീക്രട്ട് ഏജൻറ്റ് ഫസ്റ്റായിട്ട് ഇതിനെക്കുറിച്ച് ചെയ്ത വീഡിയോ എന്താണ്, ഇത് ഒരു അച്ഛനും അമ്മയ്ക്കും വീട് കൊടുത്തിട്ട് ആ വീട് ഇവൻ്റെ ആണ്, ടോണി അച്ചായൻ്റെ ആണ് എന്ന് പറഞ്ഞിട്ട് ടോണി അച്ചായൻ BGM ഒക്കെ ഇട്ട് കുത്തി നിറച്ചിട്ട് വീഡിയോ ഇറക്കി. ആ വീട് അത് ലൈഫ് മിഷൻ പദ്ധതിയിൽ വന്ന വീടാണ്, അത് ലൈഫ് മിഷൻ പദ്ധതിയിൽ വന്ന വീടാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു. അപ്പോൾ അടുത്ത ദിവസം ടോണി അച്ചായൻ എന്ത് ചെയ്തു, പത്രസമ്മേളനം വിളിക്കുന്ന പോലെ യൂട്യൂബ് ചാനലേഴ്സിനെ എല്ലാവരും വിളിച്ചിട്ട് ഇതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളെല്ലാം കാണിച്ചു. അപ്പോൾ ഓക്കെ, എഗ്രിമെൻറ്റും കാര്യങ്ങളെല്ലാം കാണിച്ച് സത്യം തന്നെ 4.5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. കോൺട്രാക്ടറിന് 3 ലക്ഷവും 1.5 ലക്ഷം കൊടുത്ത്, പിന്നെ ഇവർക്ക് വീട്ടുകാർക്കും കൊടുത്ത് 4 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഈ വീട് ടോണി അച്ചായൻ പോകുമ്പോൾ തറ ലെവലിൽ കിടക്കുകയാണ്. തറ മീൻസ് പിന്നെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. അതിനുശേഷം മുകളിലേക്കാണ് ടോണി അച്ചായൻ പോയി ഏറ്റെടുത്ത് കെട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഏത് ബാങ്കിലാണായാലും ലൈഫ് മിഷൻ പദ്ധതിയിലായാലും നമുക്ക് കിട്ടുന്നത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് നമുക്ക് വീട്ടിന് പാസ്സാവുന്നത്. ആ സ്റ്റേജ് ബൈ സ്റ്റേജ് പാസ്സാകുന്ന സമയത്ത് ഒന്നുകിൽ വീട്ടുകാർക്ക് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് കട്ട കെട്ടാൻ വേണ്ടി പൈസ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ കിട്ടിയ പൈസ അവർക്ക് പാവങ്ങൾ ജീവിക്കാൻ വഴി എങ്ങനെയെങ്കിലൊക്കെ ചിലവായി പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം ഇവർ വന്ന് ഈ ടോണി അച്ചായൻ വന്ന് ഏറ്റെടുത്തിട്ട് ആ വീട് മുഴുവിച്ച് കൊടുത്തു. ആ സമയത്ത് എഗ്രിമെൻ്റ് വെച്ചിട്ട് 4.5 ലക്ഷം ഇവർക്ക് കൊടുത്തു, 3 ലക്ഷം കോൺട്രാക്റ്റുകാരനോ 1.5 ലക്ഷവും കൊടുത്തു. പക്ഷേ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഈ ഇങ്ങനെ എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ടെങ്കിലും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കിട്ടുന്ന പൈസ ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ പൈസ ടോണി അച്ചായൻ മേടിച്ചെടുത്തിട്ടുണ്ടാവാനാണ് ചാൻസ്. കാരണം ഇപ്പോൾ 4.5 ലക്ഷം ടോണി അച്ചായൻ കൊടുത്തതും പിന്നെ 4 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുത്തതും ചേർത്ത് 8.5 ലക്ഷത്തിന് ലൈഫ് മിഷൻ പദ്ധതിൻ്റെ വീട്, അതിന് 8.5 ലക്ഷത്തിന് ആവശ്യമില്ല. 8.5 ലക്ഷം ആവശ്യമില്ല. ഇപ്പോഴുമുണ്ട് 1,500 രൂപയ്ക്കും 1,600 രൂപയ്ക്കും ഒരു സ്ക്വയർ ഫീറ്റിന് 1,000-1,500 രൂപയ്ക്ക് കിട്ടുന്ന കോൺട്രാക്ടേഴ്സ് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇതൊരു ചാരിറ്റിയാണ് എന്നും കൂടി പറയുന്നത് കൊണ്ട്, ടോണി അച്ചായൻ ഇടപെട്ടത് കൊണ്ടും ചാരിറ്റി ആണെന്ന് പറയുന്നത് കൊണ്ടും മെറ്റീരിയലിന് ഡിസ്കൗണ്ട് കിട്ടും, ടൈൽസിന് ഡിസ്കൗണ്ട് കിട്ടും, ഇലക്ട്രിക് കടയിൽ പോയി ഡിസ്കൗണ്ട് കിട്ടും, പ്ലംബിംഗ് കടയിൽ പോയാൽ ഡിസ്കൗണ്ട് കിട്ടും, അങ്ങനെ സകല കടയിൽ പോയാലും ഡിസ്കൗണ്ട് കിട്ടും. അതുകൊണ്ട് ഒരിക്കലും 450 സ്ക്വയർ ഫീറ്റ് ആണല്ലോ ലൈഫ് മിഷൻ പദ്ധതിയിലെ വീട്. ആ ലൈഫ് മിഷൻ പദ്ധതിയിലെ പഞ്ചായത്തിൽ നിന്ന് എന്തായാലും പൈസ കിട്ടുമല്ലോ, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കിട്ടുമല്ലോ. ഇവർക്ക് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയി കിട്ടണമെങ്കിൽ കട്ട കെട്ടണമായിരുന്നു. കട്ട കെട്ടാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഇവർ കട്ട കെട്ടിയില്ല. കട്ട കെട്ടാത്തത് കൊണ്ട് വീട് അവിടെ നിന്നു, ഫൗണ്ടേഷനിൽ നിന്നു. അത് ടോണി അച്ചായൻ അറിഞ്ഞ് ഏറ്റെടുത്തു. പക്ഷേ ടോണി അച്ചായൻ അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി പബ്ലിസിറ്റിക്ക് ഏറ്റെടുത്തോട്ടെ. ആളുകൾ ഇഷ്ടം പോലെ പേർക്ക് ചാരിറ്റി ചെയ്യുന്നുണ്ട്, അത് ക്ലാരിറ്റിയോടെ ചെയ്യണമെന്ന് മാത്രമേ സായി കൃഷ്ണ പറഞ്ഞിട്ടുള്ളൂ. അത് ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ സായി കൃഷ്ണ പറഞ്ഞതല്ല കേട്ടോ, എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയി കിട്ടുകയുള്ളൂ. ഫൗണ്ടേഷൻ കഴിഞ്ഞു, അച്ഛൻ ഏറ്റെടുത്ത് ഭിത്തി കെട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്താൽ അടുത്ത പൈസയും വരും. അപ്പോൾ ആ പൈസ എന്ത് ചെയ്തു ഇവർ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതിൽ. അല്ലാതെ എല്ലാം എടുത്ത് 9 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും വേണ്ട. ഒരു ലൈഫ് മിഷൻ പദ്ധതിയിലെ വീട് വയ്ക്കുന്ന സമയത്ത് ഇത്ര ലക്ഷം രൂപ വേണ്ട, അത് തീർത്തും ഞാൻ പറയുന്നു. അപ്പോൾ 4.5 ലക്ഷം ഞാൻ ഇറക്കി എന്ന് പറയുന്നത് എഗ്രിമെൻറ്റോട് കാണിക്കുമ്പോഴൊക്കെ 4 ലക്ഷം ഇറക്കിയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ അതല്ലാതെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പൈസ എന്തായാലും പുള്ളി വാങ്ങിച്ചെടുത്തിട്ടുണ്ടാവും. ശരി, അതിനൊന്നും നമ്മൾ ചകഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പുള്ളി ക്ലാരിറ്റിയോടെ പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ, ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് വന്നു, ആ വീട് ഇങ്ങനെയാണ്, ഇത് പൈസ തികഞ്ഞില്ല, ബാക്കി ഞാൻ ഏറ്റെടുത്തു ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ സായി കൃഷ്ണൻ അവിടെ ചോദ്യം ചെയ്യില്ലായിരുന്നു. രജനീഷ് ഏട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഈ വീടും കാര്യങ്ങളും ലൈഫ് മിഷൻ പദ്ധതിയിലാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അതേ വീട് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ടോണി അച്ചായനും വരുന്നു, ഇത് ഞാൻ കൊടുത്ത വീടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു വീട്ടിന് 2 അവകാശികളോ? അപ്പോൾ ആര് നമ്മളെ പറ്റിച്ചു? ഗവൺമെൻറ് പറ്റിച്ചതാണ്. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റാണല്ലോ
ഈ ഇലക്ഷൻ ഇപ്പോഴും കാണിച്ച് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈഫ് മിഷനിൽ 5 ലക്ഷം വീട് ഞങ്ങൾ കൊടുത്തു എന്നാണ് പിന്നെ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേരള ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ 10 വർഷത്തിൽ. അപ്പോൾ അത്രയും വലിയ പ്രോജക്റ്റാണ് ലൈഫ് മിഷൻ പ്രോജക്റ്റ്. അപ്പോൾ ആര് പറ്റിച്ചു? അതായത് കേരള ഗവൺമെൻറ് പറ്റിച്ചതാണോ? അങ്ങനെ പറ്റിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും നികുതി പണമാണോ? ഈ പറയണ ആര് ചെയ്തു, എവർ ചെയ്തു, എന്ത് ചെയ്തു, നീ ചെയ്യുന്നുണ്ടോ എന്ന് സായിനെ പറഞ്ഞിട്ടാണ് തിരിച്ച് എല്ലാവരും സായിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സായി ഇതിൽ കറക്റ്റ് ക്ലാരിറ്റിയോടെ ചോദിച്ചിട്ടുണ്ട്. അച്ചായം കടന്നിട്ട് കരഞ്ഞ് മെഴുകി ഞാനിനി ചാരിറ്റി ചെയ്യുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകുകയാണ് അച്ചായം ചെയ്യുന്നത്. അച്ഛൻ ക്ലാരിറ്റി കൊടുക്കുന്നില്ല. ആ തെറ്റിൻ്റെ മേലെ കൂടെ കുറേ കള്ളങ്ങൾ വീണ്ടും വലിച്ചിട്ടിട്ട് അവസാനം ഒന്നും അല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുള്ളി. എന്തായാലും ഈ കാര്യത്തിൽ സായിയുടെ കൂടെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറേ വാണങ്ങൾ വെറുതെ വന്നിട്ട് സായിന് തെറി പറയുന്നുണ്ട്. അത് തനിച്ച് നാർത്തരമാണ്. അല്ലെങ്കിൽ ഇവർ സായിയുടെ വീഡിയോ കണ്ടിട്ടില്ല, ആരോ പറയുന്നത് കേട്ടിട്ട് ചുമ്മാ കിടന്നിട്ട് വളവെന്ന് പറയണം. ആ വീഡിയോ ക്ലാരിറ്റിയോടെ സായി സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സായി പറഞ്ഞതെന്ന്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഞാനൊരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ടും വയർമാൻ ആയതുകൊണ്ടും ഇതുപോലുള്ള 10-20 വീട് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഞാൻ വർക്ക് ചെയ്തതുകൊണ്ട് ആ വീടൊക്കെ വർക്ക് ചെയ്തതുകൊണ്ടും അവർക്ക് എങ്ങനെയൊക്കെയാണ് പൈസ കിട്ടുന്നത്, എപ്പോഴൊക്കെയൊക്കെ പൈസ കിട്ടുന്നത് എനിക്കറിയാം. അപ്പോൾ ഇവർ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായി ചെയ്യുമ്പോൾ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്താൽ പൈസ കിട്ടും. ആ പൈസ ഉറപ്പായിട്ടും പുള്ളിയാണ് മേടിച്ചിട്ടുണ്ടാകുക. അപ്പോൾ പുള്ളി അവിടെ നിന്ന് കിട്ടിയ ഫൗണ്ടേഷൻ്റെ കഴിഞ്ഞിട്ട് ബാക്കി പൈസ കിട്ടി. ഫൗണ്ടേഷൻ്റെ പൈസ കിട്ടിയതുകൊണ്ടാണ് ഫൗണ്ടേഷൻ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ബാക്കി പൈസ കംപ്ലീറ്റ് പുള്ളി പിന്നീട് മേടിച്ചെടുത്തിട്ടുണ്ടാകും, പിന്നീട് ഓരോ സ്റ്റേജായിട്ട്. പക്ഷേ പുള്ളി നേരത്തെ ഇവിടെ പൈസ കൊടുത്തു. അപ്പോൾ പുള്ളിക്ക് ഒരിക്കലും 4 ലക്ഷം രൂപയും കയ്യിൽ നിന്ന് പെട്ടിട്ടുണ്ടാവില്ല എന്ന് 100% 1000% ഉറപ്പാണ്. അത് ഉറപ്പാണെന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ഇനി അതിൽ കൂടുതലുണ്ടോയെന്ന് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ ആൾ ചാറ്റ് ചെയ്യുന്ന ആളാണ്, ചാരിറ്റി ചെയ്യും. പൈസയുള്ളവൻ ചാരിറ്റി ചെയ്യും. അത് ചാരിറ്റി മാത്രമല്ല ആളുടെ ലക്ഷ്യമെന്ന് നമുക്ക് അതിലെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകില്ല. ചാരിറ്റി മാത്രമാണോ ലക്ഷ്യം? അയാൾക്ക് പബ്ലിസിറ്റിയും കൂടി ലക്ഷ്യമല്ലേ? തിയേറ്ററുകളിലടക്കം ആളുടെ പരസ്യം ചാരിറ്റി കൊടുക്കുന്നതായിട്ട് പരസ്യങ്ങളുണ്ട്. പിന്നെ BGM ഇട്ടിട്ട് തള്ളി തകർത്ത് പിന്നെ റോഡിൽ എല്ലാവരുടെയും കയറി പോകുമ്പോൾ ചാരിറ്റി ചെയ്യണം. കുട്ടികളടക്കം കാണിച്ചു കൊടുത്ത് ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചാരിറ്റി ശരി. അപ്പോൾ പറയും എല്ലാവരും നീ ചെയ്യുന്നുണ്ടോ അവർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ നമ്മുടെ ഓരോരോ പണങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ. അല്ലാതെ പിന്നെ പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് എടുത്തിട്ടോ ചെയ്യല്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്കിതിൽ ക്ലാരിറ്റി വേണ്ടേ? സായി പറഞ്ഞാൽ എന്താ തെറ്റ്? ഇത് പിണറായി വിജയൻ പറയുന്നു പിണറായി വിജയൻ കൊടുത്ത ലൈഫ് മിഷനിലെ പദ്ധതി വീടാണെന്ന്, അച്ചായം പറയുന്ന അച്ചായം കൊടുത്ത വീടാണെന്ന്. അപ്പോൾ ഏതാണെന്ന് നമുക്ക് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണ്ടേ? ആ ചോദ്യം ചോദിച്ചു. അതിന് എല്ലാവരും കൂടി അവൻ്റെ നെഞ്ചത്ത് പോകേണ്ട അച്ചായനോട് ചാരിറ്റി നിർത്താൻ ഞാൻ പറഞ്ഞിട്ടില്ല, ചാരിറ്റിയിലെ ക്ലാരിറ്റിയെ ചോദിച്ചിട്ടുള്ളൂ. അപ്പം അച്ചായന് ക്ലാരിറ്റി തരാൻ വയ്യ. അപ്പോൾ അതിലും നല്ലതെന്താ? ചാരിറ്റി നിർത്തുക എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് നാട്ടുകാരൊപ്പം വേണമെന്ന് പറഞ്ഞ് നാട്ടുകാരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇമോഷണൽ ഡ്രാമയും കൂടിയും കളിച്ചാൽ